നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ബസേലിയോസ് കർദിനാൾ ക്ലിമ്മിസ് ബാവയാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി സർ. ഈസ്റ്റർ സന്ദേശം. യേശുക്രിസ്തു എന്ന ദൈവ മനുഷ്യ ബന്ധത്തിന് തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ശേഷം എന്തു സംഭവിച്ചു? നന്മയുടെ ആത്യന്തിക വിജയം ഒരു സഹനത്തിലേക്ക് താണുപോയി എന്നതാണോ, മർദ്ദിച്ച് അവശനാക്കിയെന്നാണോ, അതോ സഹനത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു ജീവൻ്റെ മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ദീർഘമായ ഒരു ആലോചനയുടെയും പ്രാർത്ഥനയുടെയും വിചിന്തനത്തിൻ്റെയും അർത്ഥം ഇവിടെയാണ് നിൽക്കുക. യേശുക്രിസ്തു നൽകുന്ന ഒരു ഉദ്ധാനത്തിൻ്റെ സന്ദേശം ആത്യന്തികമായി നന്മയുടെ വിജയം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആധിപത്യം, ഇത് മനുഷ്യർക്ക് പ്രത്യാശ പകരുന്നു. കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ അധ്യക്ഷനാണ് അങ്ങ്. രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആശാസ്യമാണോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഇന്ന് രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ, തുടർച്ചയായി സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അനേകം പ്രത്യേകതകളുണ്ട്. നമ്മുടെ രാജ്യത്തിന് ആവശ്യത്തിന് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അത് നിൽക്കുവാൻ ഒരിടം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുക, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അഭിമാനബോധത്തോടെ കഴിയാനുള്ള സ്പേസ് അലോട്ട് ചെയ്തിരിക്കുന്ന ലോകത്തിലെ വലിയ ഒരു രാജ്യമാണ്, സംസ്കാരമാണ് നമ്മുടെ രാജ്യം. കണ്ടുവരുന്ന തുടർ കാഴ്ചകൾ ആശാവഹമല്ല. എവു പ്രസമ്മയുടെയും ചവറയച്ചൻ്റെയും ചടങ്ങിൽ മോദിയുടെ പ്രസംഗം ശക്തമായിരുന്നു. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ ധീരമായി നേരിടുമെന്ന സന്ദേശം നരേന്ദ്രമോദി നൽകി. പക്ഷെ അതിൽ ആത്മാർത്ഥത സംശയിക്കപ്പെടേണ്ട വിധത്തിലാണോ തുടർ സംഭവങ്ങൾ? സംശയത്തേക്കാൾ അപ്പുറത്ത് അദ്ദേഹം പ്രകടിപ്പിച്ച വാക്കിലെ ആത്മാർത്ഥതയെ അശേഷം ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ സംഭവ പരമ്പര തുടരുന്നു. ആരോടാണ് ഇനിയും സംസാരിക്കേണ്ടത്? നമ്മൾ വാക്കുകൾ വായിലൂടെ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ ആണ് ഈ പറയുന്ന തുടർ പരമ്പരകൾ ഉണ്ടാവുക. നിർബന്ധമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആത്മാർത്ഥതയില്ലായ്മ കൊണ്ടാണ് ഈ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ പ്രസ്താവനയോട് ചേർന്ന് പോകുന്ന ചില നിരീക്ഷണങ്ങളും നടപടികളും അനിവാര്യമാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് കാലവിളംബമെന്നേ നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെ ഒരു വ്യക്തി അധികാരത്തിൻ്റെ ആദ്യ പടിയിൽ നിൽക്കുന്നു എന്നത് ശരി. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു സംവിധാനമാണ്. ഈ സംവിധാനം ഇന്ത്യയുടെ ഭരണഘടനയെ കൈവച്ച് തൊട്ട് ബഹുമാനത്തോടുകൂടി ഇതനുസരിച്ച് കൊള്ളാം എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ്. അപ്പോൾ ഈ ഒരു സംഘാതാത്മകമായ ഒരു സമൂഹം ഇവിടെ ഇന്ത്യ ഭരിക്കുന്നു. ഈ കൂട്ടുത്തരവാദിത്വം പ്രകടമാകേണ്ട ഏറ്റവും നല്ല നിമിഷമല്ല ഇത്? ഇവിടെ വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിൽ നിന്നില്ലേ? നരേന്ദ്രമോദിയുടെ മുൻകാല ജീവിതം തെളിയിക്കുന്നത് അതാണ്. നരേന്ദ്രമോദി തന്നെ നേരിട്ടൊരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റയറ്റിന് ഉത്തരവാദിയായ ആളാണ്. അപ്പോൾ നരേന്ദ്രമോദി ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരിക്കും. പക്ഷേ ഞാനത് പിന്തുടരേണ്ടതില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതല്ല എന്ന് സംഘപരിവാറായ ഞാൻ വിചാരിച്ചാൽ? അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രത്തെക്കുറിച്ച് നികേഷ് സൂചിപ്പിച്ച അക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ അറിവില്ല. അതുപോലെ പറയാൻ എനിക്ക് ആവില്ല. അത്രയും ബോധ്യത്തിൽ സംസാരിക്കാൻ എന്നെക്കൊണ്ടാവില്ല. പിതാവിൻ്റെ ഒളിച്ചോട്ടമായി അങ്ങനെ അതിനെ കാണുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം നമ്മുടെ മുന്നിലൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ പലപ്പോഴും. അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള നാടാണിത്. എന്നതുപോലെ തന്നെ ഏകമതവിശ്വാസം മതി എന്ന് പറയുന്നവരുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ ഭരണം എത്തുമ്പോൾ അവിടെയാണ് എൻ്റെ ചോദ്യം. ഇതിനൊരു കോ റെസ്പോൺസിബിലിറ്റി രാജ്യത്തില്ലേ? സംഘാതാത്മകമായ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വ ബോധം ഈ രാജ്യത്തെ ഭരിക്കുന്നവരെ
മുൻപോട്ട് നയിക്കേണ്ടതല്ലേ? മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു രോദനം ഉണ്ടാകുന്നു, ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ കുറച്ച് പേർ അവിടെ സന്ദർശനം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക്. നികേഷ്, ഇവിടെ ആരാക്രമിക്കപ്പെടുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ആരാക്രമിക്കപ്പെടുന്നു? ആര് കോർണർ ചെയ്യപ്പെടുന്നു? പാകിസ്ഥാൻകാരല്ല, അമേരിക്കക്കാരല്ല, ബംഗ്ലാദേശികളല്ല, ഇന്ത്യക്കാർ തന്നെ. ഒരു പള്ളി ആക്രമിക്കപ്പെടുന്നത് പള്ളിയുടെ വിഷയമാണ് എന്ന് കരുതുമ്പോൾ വളരെ കുറച്ച് പേർ. അങ്ങനെ ഒരു പ്രതികരണം ഇന്ത്യയിൽ നിന്ന് ലഭ്യമാണോ? അത് ഉയർന്നു വരുന്നു. ഇന്ത്യയിലെ ഒരു പറ്റം പൗരന്മാർ അവരുടെ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങുമ്പോൾ ഈ ഭാരതം കീറി മുറിക്കപ്പെടുകയാണ് വീണ്ടും. അതാണ് ഞാൻ സൂചിപ്പിച്ച നിതാന്തമായ ഒരു ജാഗരൂകത, പെർമനൻ്റ് വിജിലൻസ്. അത് ഭരണം നടത്തുന്നവരുടെ ഒരു ക്വാളിറ്റി മാത്രമല്ല, ഒരു പുണ്യം കൂടിയാണ്. RSS IS തീവ്രവാദികളെ പോലെ പെരുമാറുന്നു എന്നാണ് പൗത്തിൽ പിതാവ് പറയുന്നത്. അദ്ദേഹത്തെ പറയിപ്പിച്ച കാര്യം ഇതൊക്കെ തന്നെയാണ്. അതിലേറ്റവും പ്രധാനം മദർ തെരേസ, അത് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം മതപരിവർത്തനമാണ് എന്ന RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, ഏതെങ്കിലും ഒരു സാധ്വിപ്രാച്ചിയല്ല, RSSൻ്റെ സർസംഘചാലക് പറയുന്ന നിലയിലേക്ക്. ഞാനതേക്കുറിച്ച് എന്ത് പറയണം? മദർ തെരേസയെക്കുറിച്ച് ഈ പ്രകടിപ്പിച്ച ഒരഭിപ്രായമല്ലല്ലോ ലോകവും ഭാരതത്തിലെ ആളുകളും വെച്ച് പുലർത്തുക. ഭാരതം ഈ കൊച്ചു സ്ത്രീക്ക് അൽബേനിയയിൽ നിന്ന് വന്ന് ഇന്ത്യയുടെ മകളായി മാറിയ മദർ തെരേസയ്ക്ക് ഇന്ത്യയുടെ പരമോന്നതമായ, അതായത് അടുത്ത കാലത്ത് വാജ്പേയിക്ക് ചാർത്തിക്കൊടുത്ത ഭാരതരത്നം വിദേശ വനിതയായ ഈ മദർ തെരേസയ്ക്ക് ചാർത്തിക്കൊടുക്കാൻ ഈ ഭാരതം മുൻകൈയെടുത്തെങ്കിൽ, കൽക്കട്ടയിലെ വലിച്ചെറിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴുകി നെഞ്ചോട് ചേർത്ത് ഞാൻ ഇവരുടെ മുഖത്ത് യേശുവിൻ്റെ മുഖം കാണുന്നു എന്ന് പറയുന്നത് വലിയ പാതകമാണോ? അതുകൊണ്ടാണ് പൗത്തിൽ പിതാവ് RSSനെ IS ആയി കാണുന്നത്. ഞാൻ താരതമ്യം ചെയ്യുന്നില്ല നികേഷ്. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ചീഫ് ജസ്റ്റിസുമാരുടെ ഒരു സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു. ദുഃഖവെള്ളി ദിവസമാണ്. അതിനെതിരെ മറ്റൊരു ജഡ്ജി തന്നെ പരാതി ഉന്നയിക്കുകയും തിരിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ വെച്ച് ചീഫ് ജസ്റ്റിസ് തന്നെ മറുപടി വായിക്കുകയൊക്കെ ചെയ്തു. ആ വിഷയത്തിൽ എന്താ ഇവിടുത്തെ വിഷയം? ഒരു വെള്ളിയാഴ്ചയുടെയോ ഞായറാഴ്ചയുടെയോ കണക്കല്ലല്ലോ. ആർക്കെങ്കിലും, ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ പേർക്കല്ല, ഒരു വലിയ കൂട്ടത്തിന് ഒരു മാനസികമായ ബുദ്ധിമുട്ട് ഉളവാകുന്നുവെങ്കിൽ അത് ഒഴിവാക്കുന്നതാണല്ലോ പക്വമായ ഒരു സമീപനം. ഇന്ത്യയിൽ ഇനിയും അവധി കഴിഞ്ഞ് 7 ദിവസം ഉണ്ട്, ഒരു മീറ്റിംഗ് കൂടാൻ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒത്തിരി അവധി ദിവസങ്ങളുള്ളതാണ്, വിശേഷ ദിവസങ്ങൾ ധാരാളമുണ്ട്, എല്ലാ വിഭാഗത്തിലുമുണ്ട്. ആ ദിവസങ്ങളിലൊന്നും ഒരു ചടങ്ങും വയ്ക്കരുതെന്നോ ഗവൺമെൻറ്റിൻ്റെ ആലോചന വേണ്ടെന്നോ പറയുന്നത് ശരിയുമല്ല. മാത്രമല്ല, നടത്താനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം നിശ്ചയിക്കുമ്പോൾ അത് നികേഷിനു കൂടി പ്രയാസമുളവാകാത്ത രീതിയിൽ ഒരു ദിവസം കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നിരിക്കെ നികേഷിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദിവസം ഞാൻ കണ്ടെത്തുന്നത് പക്വമാണോ, ശരിയാണോ? അങ്ങ് എന്നോട് പറയുന്നു ഇന്ന ദിവസം വരണമെന്ന്. ഞാൻ ആ ദിവസത്തിൻ്റെ എൻ്റെ പ്രത്യേകത പറഞ്ഞിട്ട് പോലും അങ്ങ് അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു പ്രവണത സംശയിക്കപ്പെടുന്നതല്ലേ? നികേഷ് ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഞാൻ മാറി സഞ്ചരിക്കുന്നില്ല. എന്തുകൊണ്ട് ഒരു ദസറ ആഘോഷത്തിലോ അല്ലെങ്കിൽ ഒരു ഈദിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ ഉണ്ടാകാത്തത് ഒരു ദുഃഖവെള്ളിയാഴ്ച ഉണ്ടാകുന്നു? മറ്റ് സംഭവങ്ങളുമായി നമ്മളത് ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? ചേർത്ത് വായിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഇതുണ്ടാകുന്നു എന്നുള്ളത് അങ്ങേ ആശങ്കപ്പെടുത്തുന്നില്ല? ഉണ്ട്. ചീഫ് ജസ്റ്റിസിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശവുമില്ല. പക്ഷേ എൻ്റെ ആത്മരോധനം, പൗരബോധമുള്ള, സ്വാതന്ത്ര്യമുള്ള എൻ്റെ രാജ്യത്ത് പങ്കുവയ്ക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. നമുക്ക് കുറേ കൂടി ഇക്കാര്യത്തിൽ ജനവിഭാഗങ്ങളുടെ ആശങ്കകൾ അകറ്റുവാൻ കഴിയണം. അതാണ് പക്വത, അതാണ് ഹൃദ്യമായ സമീപനം. ഒരു ദുഃഖവെള്ളിയാഴ്ച ചീഫ് ജസ്റ്റിസുമാരുടെ മീറ്റിംഗ് വെച്ചതുകൊണ്ട് ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തിന് മനസ്സുകളെ മുറിവേൽപ്പിക്കണം? എന്തിന് ആശങ്കകൾ വർദ്ധിപ്പിക്കണം? എന്തിന് സംശയങ്ങൾ വർദ്ധിപ്പിക്കണം? കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ, സൽഭരണ ദിനം,
365 ദിവസം സൽഭരണത്തിൻ്റെ ദിവസമാണ്. ഒരു ദിവസം മാത്രം പ്രത്യേകം എടുത്ത് ആഘോഷിക്കുമ്പോൾ അത് ശ്രദ്ധ കൊടുക്കാനാണ്. അത് ക്രിസ്മസ് ദിനത്തിൽ തന്നെ വേണം എന്ന നിർബന്ധം അല്പം അസ്വസ്ഥത, ആശങ്ക ഉളവാക്കുന്നു. അതിന് തുടർച്ചയായി മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ സംശയങ്ങൾ വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ ആശങ്ക പടരുന്ന കാര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പക്വമായ ചില സമീപനങ്ങളും തീരുമാനങ്ങളും എടുക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഘർവാപ്പസി വിഷയം വന്ന സമയത്ത് ഉടനെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശവും വരികയാണ് ക്രിസ്ത്യൻ മറ്റ് ന്യൂനപക്ഷ സംഘടനകളുടെ മുമ്പാകെ. ശരി, മതപരിവർത്തനം പൂർണ്ണമായും നിർത്താം, നമുക്ക് അക്കാര്യത്തിൽ ഒരു ഡിബേറ്റ് ആകാം, ക്രിസ്ത്യൻ സംഘടനകളെയും ക്ഷണിക്കുന്നു. അതങ്ങനെ നിർത്താൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഒരാളുടെ സ്വാതന്ത്ര്യം എടുത്തു കളയാൻ അങ്ങനെ സാധിക്കുമോ? നമ്മൾ തെറ്റായി ധരിക്കുകയാണ് ഇതൊരു മതത്തിൻ്റെ കാര്യമാണെന്ന്. നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കണം. സ്വാതന്ത്ര്യമാണ് ഹനിക്കപ്പെടുന്നത്, വ്യക്തി സ്വാതന്ത്ര്യം. ഇപ്പോൾ ഏത് മതത്തിൽ ചേരണം എന്നുള്ളത് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ട എന്ന് പറയുന്നതോടൊപ്പം ആരറിഞ്ഞു? അടുത്ത ഒരു ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇപ്പോൾ അവരവർ നിൽക്കുന്ന പാർട്ടിയിൽ നിന്നാൽ മതി, പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനം ഒന്നും ഇവിടെ ഉണ്ടാകണ്ട എന്ന് വേറൊരു ഭരണം പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം വീണ്ടും ഇനി മുതൽ ഇന്ന ഭാഷ മാത്രം സംസാരിച്ചാൽ മതി എന്ന് ശഠിച്ചാൽ വീണ്ടും സ്വാതന്ത്ര്യം പരിമിതപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ തെറ്റായി ധരിക്കുകയാണ് ഈ മതപരിവർത്തനം അങ്ങ് അവസാനിപ്പിച്ചാൽ നമ്മുടെ എല്ലാ വിഷയവും തീരും എന്ന്. തെറ്റായ ധാരണയാണ്. ഒരാളുടെ മതപരിവർത്തനം, അത് ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാകട്ടെ, ഹിന്ദു ആകട്ടെ, എന്തിന് ഈ വലിയ സോഷ്യൽ ഫങ്ഷൻ നടത്തണം? ഒരാൾ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തിന് വലിയ ഒരു സന്നാഹത്തിൻ്റെ പിൻബലത്തോടുകൂടി പൊതുസ്ഥലത്ത് മറ്റെല്ലാവരെയും വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു? അതിൻ്റെ ആവശ്യമില്ല. വ്യക്തിപരമായ ഒരു ചോയ്സാണ്. ഇത് ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഒരാൾ ക്രിസ്ത്യാനിയായി എന്ന് കരുതുക, ഞാൻ ഉദാഹരിച്ച് പറയാം. തിരിച്ച് ഈ ക്രിസ്ത്യാനി ഹിന്ദു മതത്തിലേക്ക് പോകുന്നു. ഇതിൽ ക്രിസ്ത്യാനി അസ്വസ്ഥപ്പെട്ട് അക്രമത്തിന് ഇറങ്ങേണ്ട കാര്യമില്ല. അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഏതൊരു വിഭാഗത്തിനും വ്യക്തി സ്വാതന്ത്ര്യം. ഭയപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ പണം നൽകിയോ ഒരാളെ മറ്റ് മതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് ചേർക്കാൻ പാടില്ല. കേരളത്തിലേക്ക് വന്നാൽ ഈ ഭരണമാകെ ഉലഞ്ഞിരിക്കുകയാണ്. കത്തോലിക്ക പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള കോൺഗ്രസ് ഏതാണെന്ന് കേട്ടിട്ട് ഞാൻ പറയാം. കേരള കോൺഗ്രസ്, അതിലാണ് ഏറ്റവും വലിയ കലാപം ഇപ്പോൾ നടക്കുന്നത്. അതാണ് UDF ആകെ ഒളിച്ചിരിക്കുന്നത്. പക്ഷേ KM മാണിയുടെ തനിക്കെതിരായ FIR നിയമപരമായും രാഷ്ട്രീയമായും തെറ്റായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട്. തനിക്കെതിരെ ഒരു ഗൂഢാലോചന രൂപപ്പെട്ടിരുന്നു. അതിൻ്റെ കിങ് പിൻ ആരാണ് എന്ന് തനിക്കറിയാം. അക്കാര്യത്തിൽ ശരിയുണ്ട് എന്ന് മുഖ്യമന്ത്രി പോലും സമ്മതിക്കുന്നു. ഈ രാഷ്ട്രീയ വിവാദത്തിൽ അങ്ങ് ഏത് പക്ഷത്താണ്? ഞാൻ എൻ്റെ പക്ഷത്ത് തന്നെയാണ്. എന്താണ് ആ പക്ഷം? ആ പക്ഷം ഈ കാര്യം ഭരിക്കുന്ന UDF-ഉം തൽക്കാലം പ്രതിപക്ഷത്തിരിക്കുന്ന LDF-ഉം അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഒരു പൊതുസമൂഹം ഇവിടെ വീക്ഷിക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാനാതുറയിലുള്ള വളർച്ചയ്ക്കും വികസനത്തിനും കൽപ്പിച്ച് നൽകിയിരിക്കുന്ന സമയം രണ്ടു കൂട്ടർക്കും അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് നമ്മുടെ പൊതുസമൂഹം ശ്രദ്ധയോടുകൂടി കാണുകയാണ്. ഓരോ ദിവസവും നഷ്ടമാവുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം സംഭവിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തെ പൊതുസമൂഹത്തിനാണ്. അവരോട് പക്ഷം ചേർന്ന് ഞാൻ നിൽക്കുന്നു. നികേഷ് പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൻ്റെ വ്യത്യാസം കൂടി പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാം. കത്തോലിക്കാ സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. നമ്മുടെ ഗവൺമെൻറ്റിലെ നിയമമന്ത്രി പറയുകയാണ് എനിക്കൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന്. അദ്ദേഹം ഒരു കത്തോലിക്കനായതുകൊണ്ടാണ് ഞാൻ ഈ ഈസ്റ്റർ ദിനത്തിൽ അത് ചോദിക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ CPM ഉള്ളതുകൊണ്ടാണ് CPI നിലനിൽക്കുന്നത് എന്ന് CPM CPIയോട് പറയുന്നു എന്ന് പറയുന്ന പോലെയാണ്
കെ എം മാണി ഉള്ളതുകൊണ്ടാണ് ഇവിടെ കേരള കോൺഗ്രസ് എന്ന കത്തോലിക്ക പാർട്ടി നിലനിൽക്കുന്നത്. അപ്പോൾ കെ എം മാണിയെ തന്നെ വീഴ്ത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അല്ല, ഈ കെ എം മാണി എന്ന കത്തോലിക്കനെ സംരക്ഷിക്കാൻ ഈ ഒരു കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് വേണമെന്നില്ല. ഇവിടെ പൊതുസമൂഹമുണ്ട്. ഇപ്പോൾ ചില ഹിന്ദു നാമധാരികളുടെ പാർട്ടിയാണ് BJP, മുസ്ലിം നാമധാരികളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്, ക്രിസ്ത്യാനികൾ കൂടുതലുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഈ കേരള കോൺഗ്രസ് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായി വഴിവിരിഞ്ഞുകൊണ്ടിരിക്കുന്നു? ഇപ്പം തന്നെ 8 or 9 കേരള കോൺഗ്രസ് പാർട്ടികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കോൺഗ്രസിൽ ക്രിസ്ത്യാനികളില്ലയോ? ഉണ്ട്. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇതെല്ലാമുള്ള പാർട്ടിയായും ജനാധിപത്യ പാർട്ടിയായും ഒക്കെ കാണുമ്പോൾ ഇവരെല്ലാം തന്നെ ഈ പറയുന്ന സമുദായങ്ങളുടെ പേരിലാണ് യഥാർത്ഥത്തിൽ ഇത്രയധികം സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന ധാരണ പുറത്ത്. അതിന് തർക്കിക്കാം, എനിക്ക് വിരോധമില്ല. എന്തുകൊണ്ട് കേരള കോൺഗ്രസ് ഇങ്ങനെ ചിഹ്ന ഭിന്നമായി പോകുന്നു, വളരും തോറും വളർന്നുകൊണ്ടിരിക്കുന്നു? അത് അവരെ ആത്മപരിശോധനയ്ക്ക് വിഷയമാക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. മദ്യനയത്തിൻ്റെ കാര്യത്തിൽ പിതാവ് ആഗ്രഹിക്കുന്ന തീരുമാനമാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന തീരുമാനം എന്ന് വെച്ചാൽ അത് സർക്കാർ നടപ്പിലാക്കാൻ അതുപോലെ സാധിക്കില്ലല്ലോ. അത് സർക്കാരല്ലേ, സർക്കാരിന് പല മാനദണ്ഡങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. എങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സമീപനം കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് എൻ്റെ നിരീക്ഷണം. ക്ലബ്ബുകൾക്ക് ലൈസൻസ് ഉണ്ട്, 5 സ്റ്റാറുകൾക്ക് ലൈസൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം പണക്കാർക്ക്, ഒരു എഫ്ലുവൻറ്റ് കമ്മ്യൂണിറ്റിക്ക് എന്തുമാകാം, പാവപ്പെട്ടവർക്ക് അതൊന്നും വേണ്ട എന്നാണോ? എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കുടിക്കുന്ന ചായയ്ക്ക് എത്ര രൂപ കൊടുക്കണം? എയർപോർട്ടിൽ പണക്കാർ മാത്രമല്ലല്ലോ പോകുന്നത്. ആ ചായ എയർപോർട്ടിന് പുറത്തുള്ള തട്ടുകടകളിൽ കിട്ടുമല്ലോ. ഇപ്പോൾ ക്ലബ്ബുകളിൽ നമുക്കറിയാം, ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളായിക്കൊള്ളട്ടെ, വലിയ സമ്പന്നരായിക്കൊള്ളട്ടെ, അവർ നിരന്തരം പോകുന്നിടമാണ്, ഒരു ദിവസം പോകുന്നിടമല്ല. അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ മറ്റൊരു ഓപ്ഷനായ 5 സ്റ്റാർ നിൽക്കുകയും ചെയ്യുന്നു. പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം 900ഓളം വരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ ചെല്ലുന്നു, ഒരു ഫുൾ കുപ്പി വാങ്ങുന്നു, കൂട്ടുകാരെയും വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെയുള്ള സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ സംരക്ഷണം, ഇതെല്ലാം തന്നെ അവതാളത്തിലാകുന്ന പ്രത്യേക സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് നികേഷ് സൂചിപ്പിക്കുന്നത്. വളരെ അപകടം പിടിച്ച ഒരു കാര്യം. വീട്ടമ്മമാരുടെ ജോലി, വിജിലൻസ് കൂടുന്നു, അതാണ് സൂചിപ്പിച്ചത്. ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. പ്രായോഗികമായി ചെയ്യാവുന്നത് സർക്കാരിൻ്റെ ആകട്ടെ, പൊതു സ്വഭാവമുള്ളതാകട്ടെ, അവിടെയൊക്കെ പരസ്യമായി ഇങ്ങനെയുള്ള മദ്യത്തിൻ്റെ ആഘോഷങ്ങൾ ഉടനടി നിർത്തിവെച്ചാൽ വ്യത്യസ്തമായൊരു സന്ദേശം എത്തും. അതായത് കുറച്ച് പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ അനുവദനീയമായ കാര്യം, പണമില്ലാത്തവർക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന ധാരണ അവിടെ മാറുന്നതിന് കഴിയും. ചർച്ചിന് നേരെയും ചില കോണുകളിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വീഞ്ഞെന്ന് പറയുന്നത് വേണമെങ്കിൽ മുന്തിരിങ്ങ പിഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതല്ലേ ഉള്ളൂ, അതിന് നിങ്ങൾ ഡിസ്റ്റിലറി ഉണ്ടാക്കുന്നത് എന്തിനാ? അത് തെറ്റാണ്. ആ നിരീക്ഷണം തെറ്റാണ്. ഈ മുന്തിരിങ്ങ പിഴിഞ്ഞ് കുപ്പിയിലാക്കി ഇവിടുത്തെ പള്ളികൾക്ക് കൊടുക്കാൻ അനുവാദം കിട്ടിയാൽ മതി. മറ്റൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞ് ഉണ്ടാക്കുന്നു. അതിന് ഡിസ്റ്റിലറിയുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. ഒക്കെയില്ലെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് ശരിയല്ലെന്നുള്ളതാണ്. ഇവിടെ വീഞ്ഞ് ഉൽപ്പാദിച്ച് വിൽക്കുന്നില്ല. പള്ളികളിൽ വീഞ്ഞ് വിൽപ്പനയുണ്ടെന്ന് ചിലർ പറയുന്നു. എനിക്കറിയില്ല നേരിട്ട്. പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനോട് പറയണം, അവരെ അറസ്റ്റ് ചെയ്യിക്കണം. പള്ളികളിൽ ആവശ്യമായ, കുർബാനയ്ക്ക് ആവശ്യമായ വീഞ്ഞ് മാത്രമേ ചർച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങളുടെ അരമനയിൽ കുർബാനയ്ക്ക് ഉപയോഗിക്കാനുള്ള വീഞ്ഞല്ലാതെ 1 ഔൺസ് വീഞ്ഞ് മറ്റാർക്കും കൊടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ നികേഷിന് ഗ്യാരണ്ടി തരുന്നു. ഏറ്റവും കൂടുതൽ മദ്യ വിൽപ്പന നടത്തുന്നത് ക്രിസ്ത്യാനികളല്ലേ? മദ്യ ഉപഭോഗവും ക്രിസ്ത്യാനികളല്ലേ? എന്തുകൊണ്ട് സഭയ്ക്ക് അക്കാര്യത്തിൽ മുൻകൈ എടുക്കാൻ കഴിയുന്നില്ല? മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ക്രൈസ്തവരിൽ അത് എത്തുന്നില്ല? അതെത്തുന്നില്ലെന്ന് പറയരുത്. സഭയുടെ ശക്തമായ ഒരു നിലപാട് കൊണ്ട് വളരെയേറെ ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നിരാകരിക്കാനാവില്ല. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ അബ്കാരികളില്ല. ഞങ്ങളുടെ ഭാഗ്യം, എല്ലാവരുടെയും ഭാഗ്യം. മദ്യം വിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളുണ്ടോ? ഉണ്ട്. പക്ഷേ പല ആളുകളും ഈ മദ്യവ്യാപാരത്തിൽ നിന്ന് പിന്മാറിയ കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളിൽ അവസാനിച്ചില്ല. പക്ഷേ സഭയുടെ ബോധപൂർവമായ ഒരു സമീപനം കുടുംബങ്ങളുമായി ബന്ധപ്പെടുത്തി
നടക്കുന്നുണ്ട്. അതിൻ്റെ ഗുണപരമായ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലകളിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അത് ഇപ്പോഴും പൂർണ്ണമായും ആ ഭീഷണി മലയോര മേഖലയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. അതിനെതിരായ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉയർന്നു വന്നിരുന്നു. അതിപ്പോൾ എവിടെയും എത്തുന്നില്ല. രണ്ടാമത്തേത് മദ്യവിരുദ്ധം. ഒരു ഘട്ടത്തിൽ KCBCയുടെ മദ്യവിരുദ്ധ സമിതി സമരമുഖത്തുണ്ടായിരുന്നു, പിന്നെ താഴേക്ക് പോയി എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ഫോളോ അപ്പോട് കൂടിയുള്ള നിരന്തര സമരം, തുടർച്ചയായ ബോധവൽക്കരണം എന്നിവയിൽ പ്രത്യേക ക്രൈസ്തവ മേഖലകളോ ക്രൈസ്തവ സഭകളോ പരാജയപ്പെടുന്നുണ്ടോ? പരാജയമായി കാണപ്പെടുന്നു ചിലർക്ക്. എങ്കിലും അതിശക്തമായ പ്രബോധനം കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ സെക്രട്ടേറിയറ്റിൽ കിടപ്പ് സമരം എണ്ണത്തിൽ 2 കുറവ് വന്ന് കാണും. അല്ലെങ്കിൽ ഹൈക്കോടതി ജംഗ്ഷന് മുമ്പ് നിൽപ്പ് സമരത്തിൽ ഈ കാര്യത്തിൽ അല്പം പുറകോട്ട് പോയി കാണാം എന്ന് തോന്നാം. പക്ഷേ വളരെ ശക്തമായ പ്രബോധനം കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് സഭയിൽ നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 1% പോലും വിട്ടുവീഴ്ചയില്ല. സർക്കാരും കോടതിയും ഇക്കാര്യത്തിൽ ഒരു സമീപനത്തിലേക്ക് വരുന്നു എന്നുള്ള സന്ദേശം നമ്മൾ കേട്ടിട്ട് കുറച്ച് നാളുകളായി. അതിനുള്ള പക്വമായ സമയം നൽകി എന്നുള്ളതും സത്യമാണ്. ഇനി സമരമുഖത്ത് ഒരേ ആവേശത്തിൽ ഒരു പ്രസ്ഥാനവും നിലനിൽക്കില്ല. അതിനൊരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിയുമ്പോൾ അടുത്ത ഒരു സമീപനത്തിലേക്ക് മാറിയേ പറ്റൂ. രാഷ്ട്രീയ പാർട്ടികൾ പോലും കാണിക്കുന്ന സമീപനം അതാണ്. അങ്ങനെ തീപ്പന്തമായി ഒരു സമരമുഖത്ത് അങ്ങനെ എല്ലാ കാലവും നിൽക്കാൻ ഒരു വിഷയത്തിനും സാധ്യമല്ല. പക്ഷേ അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ അത് തുടരും. കത്തോലിക്കാ സഭ ഇക്കാര്യത്തിൽ അതിശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഭാരതീയ കത്തോലിക്ക സഭയ്ക്ക് റോം വലിയ പ്രാധാന്യം നൽകുന്നു സമീപകാലത്ത്. ഇപ്പോൾ തന്നെ 3 വാഴ്ത്തപ്പെട്ടവർ തുടർച്ചയായി ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള പ്രശ്നങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഭയ്ക്ക് എത്ര കണ്ട് കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിമർശനം, ആത്മപരിശോധന സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതല്ലേ? ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ സഭ അതിന് മധ്യസ്ഥം വഹിച്ചു എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അതിനകത്തൊരു പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ കഴിയുന്നുണ്ടോ? വെങ്കേഷിൻ്റെ നിരീക്ഷണം വളരെ ക്രിസ്തീയമാണ്. അതായത് ക്രിസ്തീയ സഭകൾക്കിടയിൽ കൂടുതൽ വിശാലമായ ഒരു ബന്ധം ആവശ്യമില്ലേ? നികേഷ് പറഞ്ഞതിനോട് രണ്ടാമത് ആലോചിക്കാതെ ധൈര്യമായി പറയാവുന്ന കാര്യമാണ്. 100% ഞാൻ യോജിക്കുന്നു. അതാരെയും ആക്ഷേപിക്കാനല്ല, ആരെയും ഒറ്റപ്പെടുത്താനല്ല. കൂടുതൽ ബന്ധം ആവശ്യമായിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ബലം കാണിക്കാനല്ല, നമ്മുടെ സമൂഹത്തിന് കൂടുതൽ ഗുണപരമായ നന്മ ഉളവാക്കാനാണ്. ഇവിടെ ക്രിസ്ത്യാനി കൂടുതൽ ബന്ധമായി വരുന്നത് ഒരു ക്രൈസ്തവ വോട്ട് ബാങ്കായി രൂപപ്പെടാനല്ല. ഞാൻ എൻ്റെ നിരീക്ഷണമാണ് പറയും. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിന് കുറച്ചുകൂടി അർത്ഥം നൽകും. ഭിന്നിച്ച് നിൽക്കുന്ന ഒരാശയത്തേക്കാൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരാശയവും ഒരു കൂട്ടരും സമൂഹത്തിന് ബലമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിക്കുന്നത്? ഒറ്റ അടിസ്ഥാനത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളെല്ലാം ഒരുമിച്ച് പറയേണ്ടുന്ന സമയമായി എന്ന നിരീക്ഷണം വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. അതിൽ സഭയ്ക്ക് കാലാകാലങ്ങളിൽ നേതൃത്വം കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. എങ്കിലും ആ ശ്രമങ്ങൾ തുടരുകയാണ്. കാരണം ഭിന്നിച്ചു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം സ്വഭാവത്താൽ തന്നെ അത് തടസ്സമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനവുമായി ഒരുമിച്ച് പോകുന്നതല്ല എന്ന് പറയാൻ എനിക്ക് മടിയില്ല. അത് ഒരുമിച്ച് തന്നെ പോകേണ്ടതാണ്. പക്ഷേ ഇത് ഒന്നിക്കുമ്പോൾ പൊതുസമൂഹത്തിന്, മറ്റുള്ളവർക്ക് ഒരു ആശങ്കയുടെ ആവശ്യമില്ല. ക്രിസ്ത്യാനി സമൂഹത്തിനും മറ്റൊരു ചിന്ത ആവശ്യമില്ല. ഒന്നിക്കുന്നത് കൂടുതൽ ക്രിസ്തീയത, കൂടുതൽ ക്രിസ്തീയ സ്നേഹം പങ്കുവയ്ക്കാനാണ്. ഈ ഭിന്നിപ്പിൽ ക്രിസ്തീയതയുണ്ടോ? സമ്പത്ത് മാത്രമല്ലേ? ഭിന്നിപ്പിൽ ക്രിസ്തീയതയില്ല. സമ്പത്താണ് അവിടെ വിഷയമായി വരുന്നത്. സമ്പത്തും അഹങ്കാരവും. വളരെ നന്ദി ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന്. താങ്ക് യു വെരി മച്ച്.